പ്രതിഷേധം പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം പഞ്ചായത്തിൻ ഭരണക്കാരെ പഞ്ചായത്തിൻ ഭരണക്കാരെ നിങ്ങൾക്കില്ല മാപ്പില്ല നിങ്ങൾക്കില്ല മാപ്പില്ല ജയ് ജയ് ഭാരത് മാതാ ജയ് ജയ് ഭാരത് മാതാ ജയ് ജയ് ഭാരത് ജയ് ജയ് ബിജെപി ജയ് ജയ് മറച്ചു വെക്കാൻ ഒളിച്ചു വെക്കാൻ രാജിവെച്ച് പുറത്തു പോകും ജയ് ജയ് ഭാരത് മാതാ ജയ് ജയ് ഭാരത് മാതാ ജയ് ജയ് ഭാരത് മാതാ ജയ് ജയ് ബിജെപി ജയ് ജയ് ബിജെപി പ്രതിഷേധം പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം നിങ്ങൾ അറിഞ്ഞോ മാട്ടാരെ മണിയൂർ എന്നൊരു ദേശത്തെ കേരളോത്സവ വേദിക്കരികിൽ പീഡനത്തിന് വേദിയൊരുക്കിയ പഞ്ചായത്തിൻ ഭരണക്കാരെ മാപ്പില്ല 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 നിങ്ങൾക്കിനിയും മാപ്പില്ല ജയ് ജയ് ഭാരത് മാതാ ജയ് ജയ് ഭാരത് മാതാ ജയ് ബിജെപി ജയ് ജയ് ബിജെപി പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ മണിയൂർ എന്നൊരു ദേശത്തെ കേരളോത്സവ വേദിക്കരികിൽ പീഡനത്തിന് വേദിയൊരുക്കിയ പഞ്ചായത്തിൻ ഭരണക്കാരെ നിങ്ങൾക്കില്ല മാപ്പില്ല സമാധാനപരമായി നടത്തിയ ഈ മാർച്ച് നമ്മൾ പോലീസ് അധികാരികളോട് പറയാനുള്ളത് തികച്ചും ഒരു അക്രമോ അല്ലെങ്കിൽ മറ്റൊരു മനസ്സിൽ കണ്ടുകൊണ്ടല്ല ഈ ഒരു പരിപാടി. അതുകൊണ്ട് വളരെ മാന്യമായ രീതിയിൽ നമ്മൾ ഇവിടെ ഇതിനുള്ളിൽ കയറി ഇരുന്നുകൊണ്ട് ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാനുള്ളൊരു അവസരം ഒരുക്കി തരണമെന്ന് പോലീസ് അധികാരികളോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. പഞ്ചായത്ത് വളരെയധികം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് ഈ പഞ്ചായത്തിലേക്ക് നമ്മൾ മാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് ദീപെ ക്ഷണിക്കാം. ഇവിടെ ഇങ്ങനെയൊരു നിഷേധ ധർണ പ്രതിഷേധ മാർച്ച് നടത്താനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ഇവിടെ എത്തിയിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗം കെ രജീഷ്, അതേപോലെ തന്നെ പാർട്ടിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ബിജുപ്പ്, അതേപോലെ തന്നെ ഭരതന്മാർ, അതേപോലെ തന്നെ പാർട്ടിയുടെ ജില്ലയുടെ കർഷക മോർച്ച പ്രസിഡന്റായിട്ടുള്ള മഹിളാ മോർച്ചയുടെ ജില്ലാധ്യക്ഷനായിട്ടുള്ള ദീപ, മറ്റ് സഹപ്രവർത്തകർ, നമ്മൾ ഇങ്ങനെയൊരു കാലാവസ്ഥയിൽ പോലും ഇങ്ങനെയൊരു മാർച്ച് ഇവിടെ സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യം നമുക്കറിയാം. നമ്മുടെ പഞ്ചായത്തുകളിൽ കായിക താരങ്ങളെയും അതേപോലെ തന്നെ സർക്കാത്മകമായിട്ടുള്ള പ്രതിഭകളെ വാർത്തെടുക്കുവാൻ വേണ്ടി പഞ്ചായത്തുകളിൽ കേരളോത്സവം നടത്തുകയാണ്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. പക്ഷേ നമ്മുടെ ഈ പഞ്ചായത്തിൽ കേരളോത്സവത്തിൽ പങ്കെടുക്കാൻ വന്ന ഒരു മൈനറായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഇവിടുത്തെ CPM-ൻ്റെ സഹചാരി എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, പേര് തന്നെ വ്യത്യസ്തപ്പെടുക, കാരണം വെച്ചാൽ പോലീസ് കേസെടുത്തതാണ്, FIR ഇട്ടതാണ്, വിജയമാഷ എന്ന് പറയുന്ന വ്യക്തി ആ കുട്ടിയോട് വളരെ മോശമായ രീതിയിൽ പെരുമാറുകയും സ്വാഭാവികമായിട്ട് ചെറിയ കുട്ടികളോട് പെരുമാറിയാൽ പോക്സോ കേസ് പ്രകാരം എടുക്കേണ്ടതാണ്. ആ വിഷയം നമ്മുടെ ഈ പഞ്ചായത്ത് ഭരണസമിതിയോട് വന്നിട്ട് ആ കുട്ടി അദ്ദേഹത്തിനുണ്ടായ വേദനകൾ കഴിക്കുമ്പോൾ അത് വേറെ രീതിയിലാണ് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തത്. ആ പ്രതിയെയും ഇരയെയും ഒരുമിച്ചിരുത്തി മധ്യസ്ഥം പറഞ്ഞു തീർക്കാൻ കേരളത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണഘടനയോട് ചെയ്യുന്ന അങ്ങേയറ്റത്തെ അപമാനപരമായിട്ടുള്ള നടപടികളാണ് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം, ഞാൻ മനസ്സിലാക്കുന്നത്, പ്രദേശത്തുള്ള ജനങ്ങളുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ വിജയമാഷ എന്ന് പറയുന്ന ഞരമ്പ് രോഗി ഇതിനു മുമ്പ് ഒരുപാട് തവണകൾ പല പെൺകുട്ടികളോടും യുവതികളോടും ഈ രീതിയിലുള്ള മനോഭാവം വെച്ച് പുലർത്തിയിട്ടുണ്ടെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിച്ചത്. അന്നൊക്കെ ഈ പ്രസിഡന്റ് അഷർഫ എന്ന് പറയുന്ന പ്രസിഡന്റ് മധ്യസ്ഥം പറയും, സാമ്പത്തിക ഇടപാടുകൾ നടത്തിക്കൊണ്ട് ഒത്തുതീർക്കുകയും ചെയ്താണ്. ഈ പ്രസിഡന്റിന് ഭാരതീയ ജനതാ പാർട്ടി പറയാണ്, ഈ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ട് മാമാ പണിക്ക് പോകുന്നതാണ് ഇതിലും നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് ഏറ്റവും നല്ല പരിപാടി. ആ സാഹചര്യത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി ഇങ്ങനത്തെ ഒരു പരിപാടിയായിട്ട് ഇവിടെ വന്നത്. ഞങ്ങൾ പറയുകയാണ്, ഈ വിഷയത്തിൽ പോലീസ് ഭരണാധികാരികളോ അല്ലെങ്കിൽ ഭരണപക്ഷമോ ഈ വിഷയം ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചാൽ, ഈ പോസ്കോ കേസ് പ്രകാരമുള്ള വിഷയങ്ങളെ ഇരകൾക്കോ അല്ലെങ്കിൽ വാദിയോ ഒത്തുതീർപ്പാൻ ശ്രമിച്ചാലും കോടതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. പൊതുസമൂഹത്തിന് കൃത്യമായ മൊഴിയുണ്ട്. സ്കൂളിലെ ടീച്ചറോട് അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റിനോട് ആ കുട്ടി കൃത്യമായ മൊഴി നൽകിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ നിങ്ങളുടെ പൈസയുടെ ഉങ്കോ അല്ലെ രാഷ്ട്രീയ ഉങ്കോ കാണിച്ചുകൊണ്ട് ഈ കേസ് മധ്യസ്ഥം പറയാമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ അതിന്റെ അങ്ങേയറ്റം വരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കുട്ടികൾ മുന്നിട്ടുണ്ടാവുമെന്ന് ഈ വേളയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഇന്ന് കേരളത്തിന്റെ അവസ്ഥ എങ്ങനെയാണ് പറയാനുള്ളത്. ഇന്ന് രാവിലെ മാതൃഭൂമി പത്രം വായിച്ചപ്പോൾ അയ്യൂര് ഡിവൈഎസ്പിയുടെ മേഖലാ ജനറൽ സെക്രട്ടറി അഷർഫ് ഇതേപോലെ തന്നെ ഒരു കടയിൽ പോകുന്ന പെൺകുട്ടിയെ കയറി പിടിക്കുകയും അതിന് പകരം അയ്യൂർ പോലീസ് സ്റ്റേഷൻ കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഈ രണ്ട് സംഭവങ്ങളാണ്. നിങ്ങൾക്കറിയാം, ഈ പാവപ്പെട്ട പെൺകുട്ടികൾ, പ്രായമായ പെണ്ണുങ്ങൾ, കുട്ടികൾ, ഇവർക്കൊക്കെ രണ്ട് പ്രശ്നങ്ങൾ. ഒന്ന് തെരുവ് നായി, മറ്റൊന്ന് ഇവിടുത്തെ CPM എന്ന് പറയുന്ന അനുഭാവികളുടെ അക്രമമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഭരണഘടന അല്ലെങ്കിൽ ഈ ഭരണഘടന പ്രകാരമുള്ള കേസ് പോലും മാറ്റുന്ന ഈ ഭരണസമിതി ഉടൻ തന്നെ രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാം. നമ്മൾ ഈ നിൽക്കുന്ന റോഡ് ഏകദേശം 3 പതിറ്റാണ്ടായി ഇതേ അവസ്ഥയിൽ നിങ്ങളെല്ലാവരും സഞ്ചരിക്കുന്ന റോഡാണ്. സാധാരണ ഒരു ഭരണസമിതി ആ പ്രദേശത്തിൻ്റെ റോഡ് നമ്മളിപ്പോൾ ജനങ്ങളോട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ 8 മീറ്ററാണ് 10 മീറ്റർ ആക്കുന്നു, 10 ആണെങ്കിൽ 12 ആക്കുന്നു. ഈ ഭരണസമിതി നേരെ തിരിച്ചാ പോയി 12 നിന്ന് 10ലേക്ക്. എന്ത് വികസനമാണോ നിങ്ങൾ ഈ മണിയൂർ പഞ്ചായത്തിലുള്ളത്? നിങ്ങൾ പറയൂ. കൃത്യമായ യാത്രായോഗ്യമായ റോഡുകളുണ്ടോ? ഒരു കാര്യം പോലുമില്ല. കേന്ദ്ര പദ്ധതികളെല്ലാം അട്ടിമറിക്കുന്നു. അർഹതപ്പെട്ടവർക്ക് വീട് കൊടുക്കുന്നില്ല. ജലനിധി പദ്ധതി വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തില്ല.
അതേപോലെ തന്നെ എല്ലാ പദ്ധതികളും അട്ടിമറിക്കുന്ന ഒരു രീതിയും കൂടിയാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ്. ഈ പഞ്ചായത്ത് പ്രസിഡന്റിന് വേറൊരു പണിയുമില്ല. അദ്ദേഹത്തിന് ഇങ്ങനത്തെയുള്ള ഞരമ്പ് രോഗികളുടെ കാര്യങ്ങൾ നോക്കുവാൻ മാത്രമാണ് സമയമുള്ളൂ എന്നാണ് നമുക്കിതിൽ നിന്ന് വ്യക്തമാകുന്നത്. അങ്ങനെയുള്ള ഈ സമരം ഇന്നും മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മാർച്ച് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് മോർച്ചയുടെയും പാർട്ടിയുടെയും പ്രധാനപ്പെട്ട പ്രവർത്തകർ ഇവിടെ കൂടിയിരിക്കുന്ന ഇങ്ങനെ വല്ലാത്തൊരു കാലാവസ്ഥയിൽ നമ്മളിന്നിവിടെ ഇങ്ങനൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാനിടയായ സംഭവം എന്ന് പറയുന്നത് വളരെ ഒരു സംഭവമാണ്. അതായത് നമ്മുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ പല പഞ്ചായത്തുകളിലും നമ്മൾ നടത്തുന്ന ഈ കേരളോത്സവം പോകുന്നൊരു പരിപാടി ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ പേരും പറഞ്ഞ് നമ്മുടെ പഞ്ചായത്തിലെ സർവ്വ അധികാരങ്ങളോടും കൂടി വെളിച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ, കേവലം പ്രായപൂർത്തിക്ക് പോലും ആവാത്ത ഒരു കുട്ടിയുടെ മുന്നിൽ കൈവെക്കാനുള്ള ഒരു ധൈര്യം, അതെങ്ങനെ ആ മനുഷ്യൻ ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇടതുപക്ഷം കൊടുക്കുന്ന സകല സ്ത്രീ പീഡകരെയും സംരക്ഷിക്കാൻ വേണ്ടി ഇടതുപക്ഷം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഭരണം അവരത്രത്തോളം സംരക്ഷിക്കുമെന്നുള്ള ഒരു ഉറപ്പാണ് ആ കുട്ടിക്ക് മുന്നിൽ കൈ തൊടാൻ അയാൾക്ക് തോന്നിയത്. അപ്പോൾ അയാളുടെ ഏതറ്റം വരെയും പ്രതിഷേധത്തിന് പോകാൻ നമുക്ക് തയ്യാറായേ പറ്റുമെന്നുള്ളതാണ് ഈ പ്രതികൂല കാലാവസ്ഥ നമ്മളിവിടെ ഇത്രയും മനുഷ്യരെ കൂടിയിരിക്കുന്നത്. എന്ത് വിശ്വസിച്ചാണ് നമ്മളെ മക്കളെ പൊതുസമൂഹത്തിലേക്ക് അയക്കേണ്ടത്? മണിയൂർ പഞ്ചായത്ത് ഭരിക്കുന്ന ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തിൽ നടത്തിയ ഒരു പരിപാടിയിലാണ് ഇങ്ങനെ ഒരു ചെറിയ കുട്ടിക്ക് ഇത്തരം ഒരു അനുഭവം ഉണ്ടായത്. അപ്പോൾ ഇതുപോലെ അതും ചെയ്തതെന്താ, ഈ ചെറിയ മോൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി അതിനൊരു ഒത്തുതീർപ്പ് എന്നൊരു ഘട്ടത്തിലേക്കാണ് അത് പോയത്. അല്ലാതെ ഇയാൾ മേലിലും ഇങ്ങനെ ഒരു പണി ചെയ്യരുത് എന്നൊരു താക്കീത് കൊടുത്തിട്ട് വേണ്ട നിയമ നടപടികൾക്ക് ഈ പഞ്ചായത്ത് ഒരുങ്ങിയില്ല എന്നത് വളരെ പ്രതിഷേധാർഹമായ ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏതറ്റം വരെയും നമ്മൾ പോവും, നമ്മൾ പ്രതിഷേധിക്കും എന്ന് ഉറപ്പാണ് എന്ന് നമുക്ക് ഇത് ഇവിടെ കാണിച്ചു കൊടുത്തേ പറ്റുള്ളൂ. പല രീതിയിൽ ആൾക്കാർക്കിടയിൽ ഇതുപോലെ തന്നെ പീഡനത്തിന് ഇങ്ങനെ കണ്ട കളവ് ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് പോലുള്ള ആൾക്കാർ, നമുക്ക് നാടിന് മാതൃകയാണ്ട ആൾക്കാർ ഇങ്ങനെ കണ്ട പീഡനങ്ങൾ ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടത്തുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഈ പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ മാർച്ച് സംഘടിപ്പിച്ചത്. കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല, ഒരുപാട് ആൾക്കാർ സംസാരിക്കേണ്ട മഴയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി മറ്റു കാര്യങ്ങൾ സംസാരിക്കും. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, അധ്യക്ഷൻ, മറ്റ് നേതാക്കന്മാരെ, നമ്മുടെ ഈ മാർച്ച് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ ജില്ലാ പ്രസിഡന്റായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് വരാൻ വൈകിയതുകൊണ്ട് തന്നെ മഹിളാ മോർച്ചയുടെ ജില്ലാ അധ്യക്ഷ ദീപ പെരുവട്ടൂരായിരുന്നു. പക്ഷെ അദ്ദേഹം വൈകി. എന്നിരുന്നാലും നമ്മുടെ ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഈ പരിപാടി ഔദ്യോഗികമായി തന്നെ ഉദ്ഘാടനം ചെയ്ത മണ്ഡലം പ്രസിഡന്റ് പ്രഭേഷ്, മറ്റ് വേദിയിലിരിക്കുന്ന പാർട്ടിയുടെ മുതിർന്ന ഭാരവാഹികൾ, നമുക്കറിയാം ഇതൊരു കേവലം മണിയൂർ പഞ്ചായത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു വിഷയമല്ല. കേരളത്തിൽ ആകമാനം തന്നെ പിടിച്ചുപറിയും പീഡനങ്ങളും ഒരു തുടർക്കഥയായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. എവിടെ നോക്കിയാലും പീഡനമാണ്. ആ പീഡനത്തിൽ ഒന്നാമത്തെ പ്രതികൾ ഒരുപക്ഷെ ലോക്കൽ കമ്മിറ്റി മെമ്പറായിരിക്കും, അതല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായിരിക്കും, അല്ലെങ്കിൽ ബ്രാഞ്ച് സെക്രട്ടറിമാരായിരിക്കും. ഇത്തരം ആളുകൾ തന്നെ പിഞ്ചു ബാല്യങ്ങളെപ്പോലും മെതിക്കുന്ന തരത്തിലുള്ള പീഡന ശ്രമങ്ങൾ നടത്തുമ്പോൾ അത്തരം ആളുകളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനവുമായിട്ടുമാണ് ഈ CPM-ൻ്റെ നേതൃത്വവും അവർ നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതികളും ഇന്ന് ഈ കേരള ആകമാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഒത്താശ പാടിക്കൊണ്ട് അവരുടെ കൂട്ടുകച്ചവടക്കാരായി മാറിക്കൊണ്ട് ഇവിടുത്തെ UDF മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരം ഈ മണിയൂർ പഞ്ചായത്തിലെ പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി ഉള്ളുകൂടെ കളിച്ചിരുന്നു എന്ന യാഥാർത്ഥ്യം ഇവിടുത്തെ എല്ലാവർക്കും അറിയാവുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്താണ്? കുട്ടികൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. ഏതെങ്കിലും ഒരു പാവപ്പെട്ട സ്ത്രീ തൊഴിലുറപ്പിന് പോയിട്ടോ വളരെ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും ഒരു സ്വർണത്തിൻ്റെ നൂല് കഴുത്തിൽ കെട്ടി നടന്നു കഴിഞ്ഞാൽ
ആ പറിച്ചു കൊണ്ട് നടക്കുവാൻ ആ കഴുത്തിൽ നിന്നും അവരുടെ ജീവന് പോലും ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിൽ ആ മാല മോഷ്ടിച്ചു പോകുന്നത് സാധാരണക്കാരായ ഒരു കള്ളനല്ല. ഈ മുനിസിപ്പാലിറ്റി കൗൺസിലറും അതേപോലെ CPM നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇത്തരം പ്രവൃത്തികളുമായി നമ്മുടെ കേരളത്തിൽ ആകമാനം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. നമ്മളൊന്ന് മനസ്സിലാക്കണം, ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ, ഈ രാജ്യത്ത് അവശേഷിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ അവസാനത്തെ ജീർണതയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ പ്രദേശത്തെ മണിയൂർ പഞ്ചായത്തിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, സാധാരണഗതിയിൽ ഒരു പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദപ്പെട്ട പോലീസ് അധികാരികളെ അറിയിക്കുന്നതിന് പകരം അതിന് വട്ടമേശ സമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ട് ഒത്തുതീർപ്പിന് ശ്രമിക്കുന്ന ഒരു ഭരണാധികാരി നേതൃത്വം കൊടുക്കുന്ന ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് നമ്മുടെ മണിയൂർ പഞ്ചായത്തിലുള്ളത് എന്ന കാര്യത്തിൽ നമുക്ക് ലജ്ജ കൊണ്ട് നമുക്ക് തലതാഴ്ത്തേണ്ട അവസ്ഥയാണുള്ളത്. BJPക്ക് ആവശ്യപ്പെടുവാനുള്ളത് ഈ നെറികെട്ട കൂട്ടുകെട്ടിന് പിന്തുണ കൊടുത്ത, ഇതിന് നേതൃത്വം കൊടുത്ത ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും ധാർമ്മികമായ എന്തെങ്കിലും ഒരു അംശം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് രാജിവെച്ച് പുറത്തു പോകേണ്ടതാണ്. അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ടവർ അവരെ പുറത്താക്കാനുള്ള ശ്രമം നടത്തണം. ഇതൊരു സൂചനാ സമരം മാത്രമാണ്. ഈ പോലീസിനെ ഇങ്ങനെ നിരത്തിക്കൊണ്ടോ ഈ ഷീൽഡും പിന്നെ അതേപോലെ തന്നെ അവരുടെ ലാത്തിയും നിരത്തിക്കൊണ്ടു മാത്രം ഈ BJPയുടെ സമരത്തെ നിങ്ങൾക്ക് തകർക്കാനോ തടയാനോ സാധിക്കില്ല. BJP ജനാധിപത്യപരമായ ഒരു സമരത്തിനാണ് ഇപ്പോൾ നേതൃത്വം കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇനിയും വൈകുകയാണെങ്കിൽ, ഈ പോക്സോ കേസ് പ്രതിയെ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ലെങ്കിൽ, ഈ പോക്സോ കേസ് നശിപ്പിക്കുവാൻ ശ്രമിച്ച, ഈ കേസിനെ തന്നെ അട്ടിമറിക്കാൻ ശ്രമിച്ച ഈ പഞ്ചായത്ത് ഭരണസമിതി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ വരും നാളുകളിൽ അതിശക്തമായ സമരങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ മണിയൂർ പഞ്ചായത്തിൽ നേതൃത്വം കൊടുക്കേണ്ടി വരുമെന്ന് മാത്രം അധികാരികളെയും ഉത്തരവാദിത്തപ്പെട്ടവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ വില്യാപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് ശ്രീ പ്രദേശ് പുന്നക്കാരി, മുഖ്യപ്രഭാഷണം നടത്തിയ മഹിളാ മോർച്ചയുടെ ജില്ലാ അധ്യക്ഷ, കർമ്മോത്സുകരും കർമ്മധീരരുമായ സമരഭടന്മാരെ, പ്രിയപ്പെട്ട പാർട്ടിയുടെ നേതാക്കന്മാരെ, സ്നേഹ നമസ്കാരം. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇങ്ങനെയൊരു പരിപാടിയുമായി, ഇങ്ങനെയൊരു പിക്കറ്റിങ്ങുമായി അല്ലെങ്കിൽ ഇങ്ങനെയൊരു മാർച്ചുമായി വരേണ്ട സാഹചര്യം എനിക്ക് മുൻപ് സംസാരിച്ച പ്രിയപ്പെട്ട നേതാക്കന്മാർ സൂചിപ്പിക്കേണ്ടത്. നമുക്കറിയാം, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നു വരുന്ന ഒരു പ്രതിഭാസത്തിൻ്റെ ചെറിയ ഒരു പ്രതിഫലനമാണ് ഈ മണിയൂർ പഞ്ചായത്തിലെ വിജയം മാഷ് എന്നാണ് പറഞ്ഞത്. മാഷ് വിളിക്കാൻ പാടില്ല. കാരണം ഒരു പെൺകുട്ടിയെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയത് വേടിയൊക്കെ എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഈ സഹോദരിമാർ നിൽക്കുന്ന വേദിയിൽ പറയാൻ വേണ്ടി സാധ്യമല്ല. നിങ്ങൾ നോക്കുക, ഒരു മാഷ് എന്നാണ് പറയുന്നത്. ഇങ്ങനത്തെ ഒരു മാഷ് ഇവരെ സംരക്ഷിക്കുന്ന വേറൊരു മാഷാണ് നമ്മളെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അഷറഫ് മാഷ്. എൻ്റെ പ്രിയപ്പെട്ട മാഷെ, ഞങ്ങൾ ചോദിക്കട്ടെ, ഇതാണ് നിങ്ങളുടെ സംസ്കാരം? ഒരു അധ്യാപകനായാൽ പ്രിയപ്പെട്ട കുട്ടികളെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളെ എങ്ങനെയാണ് പരിചരിക്കേണ്ടത്, എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്ന് അറിയാത്ത ഒരു തെമ്മാടിയായ ഒരു അധ്യാപകനെ, ഞാൻ അധ്യാപകൻ എന്ന് പറയുമ്പോൾ ലജ്ജയുണ്ട്, ഇതുപോലെ ഒരാളെ സംരക്ഷിക്കേണ്ട ഒരു സാഹചര്യമാണ് പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഭരണഘടനയോട് സത്യം ചെയ്ത് എല്ലാവരോടും തുല്യനീതി എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറിയ പ്രിയപ്പെട്ട പ്രസിഡന്റ് അഷറഫ് മാഷെ, നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണോ? ഇവിടെയുള്ള ധാർമ്മികമായ നിരവധി യുവജന പ്രസ്ഥാനങ്ങളുടെ BJP ഉൾപ്പെടെയുള്ള സമരങ്ങൾ ഈ പഞ്ചായത്ത് നടക്കുകയുണ്ടായി. ഞങ്ങൾ സമാധാനപരമായ, നേരത്തെ പ്രിയപ്പെട്ട OP സൂചിപ്പിച്ചു, കർഷക മോർച്ചയുടെ ജില്ലാധ്യക്ഷൻ സൂചിപ്പിച്ചു, ഞങ്ങൾ പോലീസുകാരുടെ ഈ ഷീൽഡോ അല്ലെങ്കിൽ ലാത്തിയോ ഒന്നും കണ്ടിട്ട് ഭയപ്പെട്ടു പോകുന്ന ആളുകളല്ല എന്നുള്ള ധാരണ നിങ്ങൾക്കുണ്ടാവും. ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് സൂചിപ്പിച്ചു, ഞങ്ങൾ അകത്ത് പോകട്ടെ, അകത്ത് നിന്ന് മാന്യമായ രീതിയിൽ ജനാധിപത്യപരമായ രീതിയിൽ ഞങ്ങൾ സമരം മുന്നോട്ട് കൊണ്ടുപോകും. സമ്മതിച്ചില്ല നമ്മളെ പോലീസ്. ഞങ്ങൾക്ക് പറയാനുള്ള റോഡിൽ വെച്ച് പറയാൻ ഞങ്ങൾ തയ്യാറാ. ഞങ്ങൾ ഇതിനുള്ളിലുള്ള ആളുകൾ കേൾക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഞങ്ങളുടെ പ്രിയപ്പെട്ട സജിത്ത്, ഞങ്ങളുടെ നേതാവ് ചോദിച്ചു, പ്രിയപ്പെട്ട പോലീസുകാരോട് സമ്മതിച്ചില്ല. നമ്മൾ ഇവിടെ നിന്ന് സമരം ചെയ്യാൻ, ഈ മഴയത്ത് പോലും, ഈ ചട്ടൽ മഴയത്ത് പോലും സമരം ചെയ്യാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാ. കാരണം എന്താ? നീതി കിട്ടണം. ആർക്ക്? ഒരു പ്രിയപ്പെട്ട സഹോദരിക്ക്, ഒരു പ്രിയപ്പെട്ട പെൺകുട്ടിക്ക്, നമ്മുടെ മകൾക്ക് നീതി കിട്ടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോയത്. ബോസ്കോ കേസ് നമുക്കറിയാം, 90 ദിവസം ഉള്ളിൽ കടന്നിട്ടേ ബാക്കി വർത്താനുള്ളൂ. ഇപ്പൊ ചങ്ങാതി ഉള്ളിലായില്ല, ഈ ചങ്ങാതി ഉള്ളിലല്ല, 90 ദിവസം കടന്നിട്ടില്ല. കാരണം എന്താ? ഇവിടെ മധ്യസ്ഥം, ഇവിടെ എന്താണ് സ്ഥലത്തിന്റെ അതിർത്തി തർക്കായ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് മധ്യസ്ഥം പറയാ? ഇത് മധ്യസ്ഥം പറയേണ്ട വിഷയമാണോ? ഇത് രണ്ടാളെയും വിളിച്ചിരുത്തി ഈ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്നത് ജനാധിപത്യ രീതിയിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളല്ലേ?
ജനങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന് ഇടപെടേണ്ടാണല്ലേ. ഈ രീതിയിൽ 2 കൂട്ടരെ ഇവിടെ എന്താ 1000 ഉറുപ്പിക കടമായിട്ട് കൊടുക്കാത്ത പ്രശ്നം അവിടെ ഉള്ളത്? ഒരു പെൺകുട്ടിയുടെ മാന്യമായി ജീവിക്കാനുള്ള, റോഡിലൂടെ നടന്നു പോകാനുള്ള, അല്ലെങ്കിൽ ഒരു കലോത്സവത്തിൽ പങ്കെടുക്കുക. നോക്ക്, കേരളോത്സവം എന്താ? കേരളോത്സവം നേരത്തെ പ്രഭേഷ് സൂചിപ്പിച്ചു. യുവജനങ്ങളുടെ ശാരീരിക ക്ഷമത പരിശോധിക്കേണ്ട സംഭവം. ചങ്ങായി പരിശോധിക്കണം, കടുക്കേണ്ട വെള്ളം കൊടുക്കണം. ഈ ചങ്ങായിയൊക്കെ കടുക്കേണ്ട വെള്ളം കൊടുക്കണം. എന്താ അസറപ്പ് ഭാഷ കലക്കി വെച്ചോ? പഞ്ചായത്തിൽ കടുക്ക വെള്ളം കലക്കി വെക്കുക, എന്നിട്ട് കൊടുക്കുക അതിന്റെ പാർട്ടിയിലെ നേതാക്കന്മാർക്ക്. നിങ്ങൾ നോക്ക്, നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഒരു ഭാഗത്ത് നിന്ന് എന്താ പൊന്ന് പറച്ചോടുക. അപ്പൊ നിങ്ങൾ ചോദിച്ചിട്ടില്ല, നിങ്ങൾ കണ്ണൂരുള്ള തലശ്ശേരിയുള്ള ഇച്ചങ്ങായിക്കാ ഞാൻ വോട്ട് ചെയ്തതെന്ന്. ഇവൻ തന്നെ ഹെൽമെറ്റ് വിട്ട് കോട്ട് വിട്ട് മഴക്കോട്ട് വിട്ട് വന്ന് മീൻ മുറിക്കുമ്പോ ബേക്കൂടെ വന്ന് കട്ടണ്ട് പോവാ. ഞാൻ തൂണേരിയിൽ വെച്ച്, നിങ്ങൾ കണ്ടില്ലേ, തൂണേരി വെച്ച് ഒരു വീട്ടമ്മയുടെ ഇത് പൊന്ന് LC സെക്രട്ടറി, ഓനെ LCയാ, ലോക്കൽ സെക്രട്ടറി. ലോക്കൽ എന്ന പോലെ പേര് തന്നെ, പണ്ടേ ലോക്കലാ, അതിൻ്റെ കൂടി സെക്രട്ടറിയും കൂടിയാ. ഈ ചങ്ങായിയെ കൊണ്ടുപോവാ പൊന്ന്. നമുക്കറിയാം ശബരിമലേൻ്റെ കാര്യം, മറ്റ് ഹൈന്ദവ ക്ഷേത്രങ്ങളിലെല്ലാം പൊന്ന് വലിയ വലിയ ചങ്ങായികൾ കട്ടണ്ട് പോവാ. നിങ്ങൾ ചെറിയ പൊന്ന് മീൻ മുറിക്കുമ്പോൾ അതുപോലെ നടന്നു പോകുമ്പോൾ കട്ടോളി എന്നാ പറഞ്ഞത്. ഇതല്ലേ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട അഷറഫ് മാഷെ, നിങ്ങൾ കടുക്ക വെള്ളം കലക്കിയിട്ടായിരിക്കണം ഇനി എന്ത് പരിപാടിയും നടത്തേണ്ടത്. കാരണം നിങ്ങളെ നേതാക്കന്മാർക്കെല്ലാം ജാസ്തിയാ സംഗതി. ഈ സംഗതി ജാസ്തിയുണ്ട്, അതുകൊണ്ട് കുറയ്ക്കുവാൻ വേണ്ടി കടുക്ക വെള്ളം കലക്കി വെച്ച് കൊണ്ടായിരിക്കണം നിങ്ങളെ ലോക്കൽ കമ്മിറ്റി ആയാലും ബ്രാഞ്ച് കമ്മിറ്റി ആയാലും എന്ത് വിളിക്കുമ്പോൾ ആ ചായക്ക് ബദല് കടുക്ക വെള്ളം കൊടുക്കുക. ഇതാണ് രക്ഷപ്പെടുക നമ്മൾ മണിയൂര്. കാരണം എന്താ, എല്ലാ ആളുകൾക്കും നടന്നു പോകേണ്ടത്, എല്ലാ ആളുകൾക്കും പെൺകുട്ടികൾക്ക്, പ്രിയപ്പെട്ട പെൺകുട്ടികൾക്ക് ഈ കലോത്സവങ്ങളിൽ പങ്കെടുക്കണം. കാരണം നിങ്ങളെ പേടിച്ചിട്ട് ഇങ്ങനെ വരാണ്ടിരിക്കാനാവൂല. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി പറയാണ്, ഇതൊരു സൂചനാ സമരമാ. വരാനിരിക്കുന്ന സമരത്തിന്റെ തീജ്വാലകൾ പ്രിയപ്പെട്ട പ്രസിഡന്റ് ഞങ്ങൾക്കെതിരായിട്ട് വരൂ. കാരണം കുറച്ച് ദിവസമുള്ളൂ നമുക്ക് പഞ്ചായത്തില് ഇലക്ഷന് വീണ്ടും നമ്മളെ ഇടത്തെ കൈയിന്റെ വിരലുമ്പിൽ, ചൂണ്ട് വിരലുമ്പിൽ കറുത്ത മഷി പുരട്ടുവാൻ കുറച്ച് ദിവസമുള്ളൂ. ജനങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. നിങ്ങളെ ചാണക വെള്ളം കുത്തിച്ചൂട് മുക്കി നിങ്ങളെ മുഖത്തടിക്കാൻ വേണ്ടി ജനങ്ങൾ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, മദ്യസം പറയും. ഇതെന്താ കഥ? ഇത് മദ്യസം പറയേണ്ട സംഗതിയാണോ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊരു കാര്യങ്ങളെക്കുറിച്ചും ഈ വൈകിയ വേളയിൽ പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അഷറഫ് മാഷ് ഇത് പരിഹരിക്കാൻ വേണ്ടി തയ്യാറാവുക. ഇതുപോലെയുള്ള ആളുകളെ സംരക്ഷിക്കുന്നതിൽ നിന്ന് പുറത്തോട്ട് പോകാൻ രാജിവെക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത്. ഈ ഭരണസഭയിൽ തിരിച്ചുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ രോഷാഗ്നിയിൽ നിങ്ങൾ വെണ്ണീരാകുന്ന നാളുകൾ വരാൻ വേണ്ടി പോകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് സൂചനാ സമരത്തിൽ ഈ പങ്കെടുത്ത മുഴുവൻ സമരഭടന്മാർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, വന്ദേ മാതരം. ബഹുമാനപ്പെട്ട അധ്യക്ഷ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത BJPയുടെ മണ്ഡലം പ്രസിഡന്റ് പ്രദേശ് പനക്കാരി, അതുപോലെ മുസ്ലിം പ്രഭാഷണം നടത്തിയ മറ്റ് പഞ്ചായത്ത് ഏരിയ ഭാരവാഹികളെ, മണ്ഡലം ഭാരവാഹികളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, വളരെ വിശദമായി ഇവിടെ കാര്യങ്ങൾ സംസാരിച്ചു. നമുക്കറിയാം, മണിയൂർ പഞ്ചായത്ത് കേരളോത്സവത്തിനിടയിലാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, ആ വേദിയിൽ അടുത്ത് തന്നെ ഇടുങ്ങിയൊരു വഴിയിൽ വെച്ച് രാത്രി സമയത്ത് പെൺകുട്ടിയെ പീഡിപ്പിച്ചു. 16 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു കഴിഞ്ഞ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഹൈസ്കൂൾ ടീച്ചറാണെങ്കിൽ ടീച്ചർ പോലീസിനെ അറിയിക്കണം. പോലീസ് നടപടി വേഗത്തിൽ തന്നെ വരേണ്ടതാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് സാന്നിധ്യത്തിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ അദ്ദേഹം പോലീസിന് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ പകരം അതിന് മധ്യസ്ഥ ശ്രമമാണ് നടത്തുന്നത്. നമുക്കറിയാം, നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചു, നമ്മുടെ പഞ്ചായത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇക്കാര്യത്തിൽ മത്സരമാണ്. അവരൊക്കെ ഇങ്ങനെയുള്ള ഒത്തുതീർപ്പുകൾക്ക് മുമ്പും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം. പല പഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരം മധ്യസ്ഥ ശ്രമത്തിന് നീചമായ രീതിയിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം സംശയം. അതിനാണ് ഞങ്ങൾ ഇന്നത്തെ ഒരു സമരം നടത്തിയത്. ശരിക്ക് പീഡനത്തിന് വിധേയയായ പെൺകുട്ടിക്ക് നീതി കിട്ടാൻ ആ പീഡനത്തിന് ഉത്തരവാദിത്തനായിട്ടുള്ള അധ്യാപകൻ തറവാട്ടുകാരനാണ്, അധ്യാപകനാണ്. പക്ഷേ ആ തറവാടിത്തം അദ്ദേഹം ഈ കാര്യത്തിൽ കാണിച്ചു. നമുക്കറിയാം, ഇതിനു മുമ്പും ഇത്തരം പ്രവണതകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ ഇതൊക്കെ കള്ളന് ചൂട്ടുപിടിക്കുന്ന രീതിയിലുള്ള ഭരണപക്ഷത്തിൻ്റെയും CPM നേതൃത്വത്തിൻ്റെ ഇടപെടലാണ് ഇത്തരം നീചമായ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നതിനുള്ള കാര്യം സംശയമില്ല. CPMൻ്റെ ഒരു വിചാരമുണ്ട്. CPMൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എന്നും എത്ര നെറികെട്ട പ്രവർത്തനം ചെയ്താലും സംരക്ഷണം കിട്ടുമെന്നുള്ള ബോധമുള്ളതുകൊണ്ട്
ആ ബോധമുള്ളത് കൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇത്തരം ആളുകൾ ഇത് നിർത്താതെ മുന്നോട്ട് കൊണ്ടുപോയി. നമുക്ക് നമ്മുടെ സംസ്ഥാന രാഷ്ട്രീയം മുതൽ എല്ലാ തരത്തിലുള്ള അഴിമതികൾക്കും ഇത്തരം വ്യക്തിഹത്യകൾക്കും ഇത്തരം പീഡനങ്ങൾക്കൊക്കെ തന്നെ അതിന് വളം വെച്ചു കൊടുക്കുന്ന വേലി തന്നെ വിളവ് എന്ന ഒരു സാഹചര്യമാണ് മണിയൂർ പഞ്ചായത്തിലടക്കം ഉണ്ടായിട്ട്. പഞ്ചായത്ത് ഭരണാധികാരികൾ അഷ്റഫ് മാഷ് ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് ഭരണസമിതി ഇതിന് മറുപടി പറയണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇനി തെരഞ്ഞെടുപ്പ് വരാൻ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഡിസംബറിൽ തെരഞ്ഞെടുപ്പ്. ജനങ്ങൾ മറുപടി പറയുന്നതിന് മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് ഭരണസമിതിയും രാജിവെക്കണമെന്നാണ് BJPക്ക് സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാം, പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്താൽ അത് റിപ്പോർട്ട് ചെയ്യാത്ത അധ്യാപികർക്കും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനും അത് റിപ്പോർട്ട് ചെയ്ത് പോലീസ് കേസെടുക്കുന്നില്ലെങ്കിൽ പോലീസിനെതിരായിട്ടും കേസെടുക്കാനുള്ള സംവിധാനമാണ് പോക്സോ നിയമപ്രകാരമുള്ളത്. ആ രീതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരായി അതുപോലെ തന്നെ പോലീസിനെതിരായി നീതി നടപ്പാക്കാൻ വേണ്ടി അവർ തയ്യാറാകണം. തയ്യാറായിട്ടില്ലെങ്കിൽ BJP ഇതിലും ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയിക്കും. ഏറ്റവും നല്ല പഞ്ചായത്തിനുള്ള അംഗീകാരം ലഭിച്ച ഒരു പഞ്ചായത്താണ് മണിയൂർ പഞ്ചായത്ത്. അതിങ്ങനെ വളരെ കൊട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ട് അത് പിന്നും ഇങ്ങനെ നല്ലോണം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്തിനാണ് ഏറ്റവും നല്ല അംഗീകാരം ലഭിച്ചത് എന്നുള്ളത് ഇപ്പം ജനങ്ങൾക്കൊക്കെ മനസ്സിലാക്കുക. റോഡ് കിട്ടിയില്ല. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഏറ്റവും നല്ല പഞ്ചായത്തിനുള്ള അംഗീകാരം ലഭിച്ചത് എന്നുള്ളത് ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ ഏകദേശം വ്യക്തമായി കാണും. ഇതിന് ഇതേപോലെ തന്നെ ഇവിടുത്തെ CPM മാത്രമല്ല, ഇവിടെ ചുരുങ്ങിയ മെമ്പർമാർ കോൺഗ്രസിൻ്റെ മെമ്പർമാരുണ്ട്. ഈ മധ്യസ്ഥ ശ്രമത്തിന് ശ്രമിച്ചതിൽ കോൺഗ്രസിൻ്റെ മെമ്പറുണ്ട്. ഇവരെ സ്ഥിരം പരിപാടി എന്ന് വെച്ചാൽ ഏതെങ്കിലും 1 or 2 കോൺഗ്രസ് മെമ്പർമാരെ കൂടി കൂട്ടും. എങ്ങനെയെന്ന് വെച്ചാൽ ഇവരും കൂടി ഇതിൽ പങ്കാളികളായിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് കൂട്ടുന്നത്. അത് ഈ പോന്ന കോൺഗ്രസിൻ്റെ മെമ്പർ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇതേപോലെ തന്നെ പല കാര്യങ്ങളിലും ചെറിയ ചെറിയ വിഷയങ്ങളുണ്ടെങ്കിൽ അത് നമ്മളെ കാഴ്ചപ്പാടിൽ വലിയ വിഷയമായിരിക്കും. പക്ഷേ അത് ഇവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ വിഷയമാണ്. ഞങ്ങളത് പറഞ്ഞ് മധ്യസ്ഥാക്കിയിട്ടുണ്ട് എന്നുള്ളത് പറയാൻ ഈ പഞ്ചായത്തിലെ കോൺഗ്രസും പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടി മത്സരമാണ് ശരിക്കും. ഇതിനെതിരെ ശക്തമായ സമരം BJPയുടെ ഭാഗത്ത് നിന്ന് എന്നും വരാനിരിക്കുന്നതേ ഉള്ളൂ. മറ്റൊരു കാര്യം, മുടക്കോഴി മലയിൽ വരെ ഒടിസുനി ഒളിച്ചപ്പോൾ പിടിച്ച പോലീസിന് ഈ മൂക്കിൻ്റെ തുമ്പിലുള്ള പ്രതിയെ പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഇവിടുത്തെ സംഘപരിവാർ BJP പ്രസ്ഥാനങ്ങളെ ഏൽപ്പിച്ചു തരികയാണെങ്കിൽ ഞങ്ങൾ പിടിച്ചു തരാം എന്നുള്ള ഒരു ഇതുകൂടി ഞങ്ങളുടെ പോലീസ് അധികാരികളോട് ഓർമ്മിപ്പിക്കുകയാണ്. ഭരണസ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കിട്ടിയിട്ടില്ല, കണ്ടിട്ടില്ല, അവിടെയുണ്ട് ഇവിടെയുണ്ട് എന്ന് പറയുകയല്ലാതെ ഇതിനുള്ളൊരു നടപടി സ്വീകരിക്കാൻ ഭരണസ്വാധീനം മാത്രം ഉപയോഗിച്ചുകൊണ്ട് പോലീസും ഇവിടെ അതേപോലെ തന്നെ വൈമുഖ്യം കാണിക്കുകയാണ്, അറിഞ്ഞുകൊണ്ട് കാണിക്കുകയാണ്. തുടർന്നും ഇങ്ങനെ തന്നെയാണ് ഈ ഒരു അവസ്ഥ തുടരുന്നതെങ്കിൽ ശക്തമായ സമര പരിപാടികൾക്ക് ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാർ പ്രസ്ഥാനവും നേതൃത്വം നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ ഒരു ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഭാരത്. വളരെ നികൃഷ്ടപരമായി പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ഒരു കേസിൽ ഇടപെട്ടതുകൊണ്ടാണ് വിജയ് മാഷി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഒരു ചെറിയ പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടിക്ക് വേണ്ടി ഒരു അക്രമം കാണിച്ചു അതിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് അതിന് മധ്യസ്ഥ വഹിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഏതൊരു അനീതിക്കെതിരെയും നിൽക്കേണ്ട ഒരു വ്യക്തിത്വം. അപ്പോൾ ആ ഒരാളാണ് ഈ നീതിക്ക് എതിരായി എരിയോടൊപ്പം നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തി രാജിവെച്ച് പുറത്തു പോകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഈ സമരം ഇവിടെ
നടത്തുന്നത്. ഇതിൽ ശക്തമായ സമരമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. പാലക്കാട് ഏരിയ പ്രധാന പാർട്ടി നേതാക്കളാണ്. ചെയ്യേണ്ടതായ കാര്യങ്ങളൊന്നും പ്രതികരിച്ചുകൊണ്ട് വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ താല്പര്യങ്ങൾക്ക് സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം മറന്നുകൊണ്ട് പ്രവർത്തിച്ചതാണ്. ഇത്തരത്തിൽ മേലിൽ ഇനി വരുന്ന ഭരണാധികാരികൾക്കും ഇത്തരത്തിലുള്ള ഒരു ഉദ്ദേശം ഉണ്ടാവാൻ പാടില്ല എന്നുള്ള രീതിയിൽ അത്തരത്തിലുള്ള ഒരു സമരമുഖം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തി. അതുകൊണ്ട് ഇനി ആര് തന്നെ പ്രസിഡന്റായാലും ഏത് ഭരണഘടനാ സ്ഥാപനത്തിൽ നിന്നാലും അവരുടെ ചുമതലകൾ മറന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി അത്തരത്തിലുള്ള സമര പരിപാടികളുമായി മുന്നോട്ട് പോകും എന്നുള്ളത് നമ്മൾ അറിയിക്കുന്ന ഒരു വേളയാണ്. ഈ സമരമുഖത്ത് പങ്കെടുത്ത മുഴുവൻ പ്രവർത്തകർക്കും അതുപോലെ തന്നെ നേതാക്കന്മാർക്കും പാലയാട് ഏരിയ കമ്മിറ്റിയുടെ പേരിലും മണി പഞ്ചായത്ത് കമ്മിറ്റിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു പ്രത്യേക കാര്യം, നാളെ ശബരിമല സ്വർണ്ണപ്പാളി ഒട്ടിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് വില്യാപ്പള്ളി മണ്ഡലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വില്യാപ്പള്ളി വെച്ചിട്ട് 5 മണിക്ക് 4 മണിക്കാൻ എത്തണം. ഗംഭീരമായിട്ടുള്ളൊരു പ്രതിഷേധ സംഗമം നടത്തുന്നുണ്ട്. ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളും അതുപോലെ തന്നെ വരാത്ത ആളുകളെ കൂടി അവിടെ പങ്കെടുത്തുകൊണ്ട് അത് വിജയ